പ്രൊഫസർ എ ജി ജോർജ്, ഇപ്പോൾ നമ്മൾ ഈ നമ്പർ 1 കേരളം എന്ന ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ഈ വരുന്ന വീഴ്ചകളെ മുഴുവൻ മറച്ചു വെക്കാനുള്ളൊരു നീക്കം നടക്കുന്നത്. നമ്പർ 1 ആരോഗ്യ കേരളം, നമ്പർ 1 വിദ്യാഭ്യാസ രംഗം എന്നിങ്ങനെ ഈ ഒരു ടാഗ് ചാർത്തി കൊടുത്തുകൊണ്ട് എല്ലാ വീഴ്ചകളെയും ഇങ്ങനെ നിസാരവൽക്കരിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല എന്ന് വരുത്തി തീർക്കാനോ സാധിക്കുമോ? നീലിമ, ഇത് ഒരു സ്ഥിരം പല്ലവിയായി മാറിയിരിക്കുന്നു. ടാഗ് ലൈൻ എന്ന ടെക്നിക്കൽ വാക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ കുറച്ചു നാളായി കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളം എല്ലായിടത്തും 1-ാം സ്ഥാനത്താണ്, ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനത്താണ്, വിദ്യാഭ്യാസ മേഖലയിൽ 1-ാം സ്ഥാനത്താണ് എന്നൊക്കെ നിരന്തരമായ പല്ലവികൾ കഴിഞ്ഞ 9 വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്ര അകലെയാണ് ഈ അവകാശവാദമെന്ന് ഓരോ ദിവസവും നമ്മൾ നേരിട്ട് കാണുകയും അറിയുകയും ചെയ്യുന്ന സംഭവങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളത് പരമമായിട്ടുള്ള ഒരു സത്യമാണ്. ഞാൻ ഈ വിഷയത്തിൽ അധിഷ്ഠിതമായി ചില നിരീക്ഷണങ്ങൾ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ദുരന്തമാണല്ലോ ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 48 മണിക്കൂറിന് മുൻപ് സംഭവിച്ചത്. എന്താണ് അതിനെ തുടർന്ന് ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നടപടികൾ? അപഹാസ്യമായ രീതിയിലല്ലേ ഇതിനെക്കുറിച്ചുള്ള തുടർ നടപടികൾ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് നീലിമ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. എനിക്ക് ഇതിനകത്ത് പ്രാരംഭമായി പറയാനുള്ളത്, ഈ ദാരുണ സംഭവത്തിൽ 4 പ്രതികളുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 3 പേരും അഭിഭാഷകരായതുകൊണ്ട് ഇതിനകത്ത് 1-ാം പ്രതി 2-ാം പ്രതി ആരാണെന്ന് അവർ നിശ്ചയിച്ചു കൊള്ളട്ടെ. ഇതിനകത്തെ 4 പ്രതികൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൽ 1-ാമത്തെ പ്രതി ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ആണ്. 2-ാമത്തെ പ്രതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. 3-ാമത്തെ പ്രതി അവിടുത്തെ തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ മൈനാഗപ്പള്ളി പഞ്ചായത്താണ്. 4-ാമത്തെ പ്രതി എന്ന് പറയുന്നത് അവിടുത്തെ സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന ഹെഡ് മിസ്ട്രസ് ആണ്. അപ്പോൾ ഈ 4 പ്രതികളുടെ പേരുകൾ ഞാൻ പറഞ്ഞെങ്കിലും ഇതിനകത്ത് 1, 2 ആര് വരണം എന്നുള്ളത് ഞാൻ നിയമ പണ്ഡിതർക്ക് വിടുന്നു. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 4 ആളുകളുടെയും കെടുകാര്യസ്ഥത കൊണ്ടും കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ടും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം കൊണ്ടുമാണ് ഈ എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഈ സംഭവം ഉണ്ടായത് എന്ന് സമർത്ഥിക്കാൻ ഒരു മടിയുമില്ല. ഞാൻ വളരെ വേഗത്തിൽ 1-2 കാര്യങ്ങൾ പറയാം. ഈ സ്കൂൾ ഏതാണ്ട് 100 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കേട്ട് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഈ 100 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഭൗതിക സൗകര്യങ്ങളെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ പരിശോധന നടത്തേണ്ടതും അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യേണ്ടതിന്റെ പരമമായ ഉത്തരവാദിത്വം ആ സ്കൂൾ നടത്തുന്ന മാനേജ്മെന്റിനാണ് എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിൽ അങ്ങനെയുള്ള നടപടികൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഉൾപ്പെടുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. ഞാനിവിടെ അവിടെയുള്ള പല സ്നേഹിതന്മാരുമായി ബന്ധപ്പെട്ടോ ഇപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞത്, അവിടെ ഒരു അധ്യാപക നിയമനത്തിലൊക്കെ 60 ലക്ഷം രൂപയാണ് വാങ്ങുന്നത് മാനേജ്മെന്റ്. 60 ലക്ഷം രൂപ വീതം ഒരു ഒരു അപേക്ഷകന്റെ കയ്യിൽ നിന്ന് വാങ്ങി അവിടെ നടത്തുന്ന നിയമനങ്ങൾ, ഒരു വർഷം 3-4 നിയമനങ്ങൾ നടത്തുമ്പോൾ മാനേജ്മെന്റിന് ലഭിക്കുന്ന സംഖ്യ എത്ര കോടിയാണെന്നുള്ളത് സാധാരണ കണക്ക് കൂട്ടിയാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ അവിടെ ഈ തരത്തിൽ ഉള്ള നിയമനങ്ങൾ നടത്തുമ്പോൾ മാനേജ്മെന്റ് സ്വരൂപിക്കുന്നതായിട്ടുള്ള ഈ തുകകളൊക്കെ എവിടേക്ക് പോകുന്നു? യഥാർത്ഥത്തിൽ ഒരു മാനേജ്മെന്റിന്റെ പരമമായ ഉത്തരവാദിത്തം ആ സ്കൂളിലെ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാൻ ഈ പറയുന്നതായിട്ടുള്ള അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനയോ അല്ലെങ്കിൽ കൈക്കൂലിയോ അല്ലെങ്കിൽ കോഴപ്പണമോ എന്തെങ്കിലും ഉപയോഗിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ് ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു തകര ഷീറ്റിന്റെ പശ്ചാത്തലം. രണ്ടാമതായി എനിക്ക് ഈ പ്രതിക്കൂട്ടിൽ ഉൾപ്പെടുത്താനുള്ളത് ഈ മൈനാഗപ്പള്ളി പഞ്ചായത്തിനെയാണ്. എന്തുകൊണ്ടാണ് ഈ മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഇങ്ങനെയുള്ള ഒരു തകര ഷെഡ് നിർമ്മിക്കാൻ അവിടെ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയാണെങ്കിലും ഒരു കെട്ടിടം പണിയണമെങ്കിൽ, ഒരു തട്ടുകട പോലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ലൈസൻസ് ലഭിക്കണം, അനുവാദം ലഭിക്കണം.
അങ്ങനെയെങ്കിൽ ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെയുള്ള ഒരു ഷെഡ് പണിതപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതായത് പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷിക്കണം. രണ്ടാമത്തെ പ്രധാന വിഷയം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ അല്പം മുൻപ് സൂചിപ്പിച്ചു, അഡ്വക്കേറ്റ് ശ്രീവത്പനാഭൻ പറഞ്ഞു, ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കൊടുക്കാൻ ആരാണ് ബാധ്യസ്ഥർ? ഫിറ്റ്നസ് കൊടുക്കാൻ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ഇത് പരിശോധിച്ചിട്ട് ഫിറ്റ്നസ് കൊടുക്കേണ്ടത്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആ സ്ഥലത്ത് പോയി സ്പോട്ട് ഇൻസ്പെക്ഷൻ നടത്തി ആണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെങ്കിൽ അയാളുടെ കണ്ണിൽ ഇത് എന്തുകൊണ്ട് പെടാതെ പോയി? അല്ലെങ്കിൽ പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കെട്ടിടത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയും മാനേജ്മെന്റിന് കൃത്യമായ നോട്ടീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇത്ര ദിവസങ്ങൾക്കകം ഇത് പരിഹരിക്കുന്നില്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് ആ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ആർജവമില്ലാതെ പോയി എന്നുള്ളതിന് പഞ്ചായത്ത് ഉത്തരം പറയണം. മൂന്നാമത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അവിടുത്തെ KSEB ആണ്. നീലിമേ, ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. KSEBക്ക് ഒരു സംവിധാനമുണ്ട്. അതായത് ഓരോ സെക്ഷനിന്റെ കീഴിൽ വരുന്നതായിട്ടുള്ള ലൈനുകളെ പട്രോളിംഗ് നടത്തി, അതിന് പട്രോളിംഗ് എന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർ കാലാകാലങ്ങളിൽ പട്രോളിംഗ് നടത്തി എവിടെയെങ്കിലും ലൈനുകൾ അപകടത്തിലുണ്ടോ, ഏതെങ്കിലും തരത്തിൽ മരങ്ങൾ വീഴാൻ സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ കെട്ടിടവുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്നുണ്ടോ എന്ന് ആരും പറയാതെ തന്നെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ കൺസേൺഡ് ആയിട്ടുള്ള സെക്ഷനിലെ ഉദ്യോഗസ്ഥന്മാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട്, സബ് എഞ്ചിനീയർ ഉണ്ട്, ഓവർസിയർ ഉണ്ട്, ലൈൻമാൻമാരുണ്ട്. അവര് കാലാകാലങ്ങളിൽ ഈ ലൈനുകളിലെല്ലാം പോയി ആരും പരാതിപ്പെടാതെ പരിശോധിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, ജോലിയുടെ ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന ഷെഡിന്റെ മുകളിൽ ഊഞ്ഞാല് പോലെ കെട്ടിക്കിടക്കുകയാണ് ഈ ഇലക്ട്രിസിറ്റി ലൈൻ വർഷങ്ങളായി. ഈ പറയുന്ന ഷെഡിൽ 8 വർഷത്തെ കാലാവധി മാത്രമേ ഉള്ളൂ, 8 വർഷത്തെ പഴക്കമേ ഉള്ളൂ. 100 വർഷം പഴക്കമുള്ള സ്കൂളിലാണ്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ ഈ കെട്ടിടം പണിഞ്ഞപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ലൈൻ അതിന് മുൻപേ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണമല്ലോ കരുതാൻ. അപ്പോൾ ഈ ലൈൻ കാലാകാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഒന്നുകിൽ ആ ലൈൻ വലിച്ചു കെട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിരോധ മാർഗങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുമായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളതുകൊണ്ട് KSEB പ്രതിപട്ടികയിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 3ാം സ്ഥാനത്തോ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരെന്തെല്ലാം തരത്തിൽ തൊടിന്യായങ്ങൾ പറഞ്ഞാലും കേവല ബുദ്ധിയുള്ളവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. 4ാമതായി പറയാനുള്ള പ്രതിപട്ടികയിലുള്ളത് തീർച്ചയായിട്ടും ആ സ്കൂളിന്റെ പ്രധാന അധ്യാപികയാണ്. അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകന്മാരുമാണ് എന്ന് പറയേണ്ടതുണ്ട്. അത് പറയാൻ പ്രധാനമായ കാരണം, ഞാനൊരു 10-40 വർഷം ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരു അധ്യാപകനാണ്. പല സ്ഥാപനങ്ങളുടെ മേധാവിയായിരുന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്തു പറഞ്ഞാൽ, രാവിലെ 9:30 മണിക്ക് ഈ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോ തന്റെ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ആ കസേരയിൽ നിന്ന് 5:30 മണി വരെ എഴുന്നേൽക്കില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഒരു ചുമതല, ഒരു സ്ഥാപനത്തിന്റെ മേലധികാരിയുടെ ചുമതല? ഞാനൊക്കെ പഠിപ്പിച്ചിരുന്ന യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പ്രശസ്തരായിട്ടുള്ള പ്രിൻസിപ്പൽമാർ ഡോക്ടർ NS വാര്യരെ പോലുള്ള ഗതകാലത്തെ പ്രശസ്തരായ അവർ അരമണിക്കൂർ കഴിഞ്ഞാൽ മുഴുവൻ ആ ക്യാമ്പസിൽ ചുറ്റിക്കറങ്ങുകയാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ ആ ക്യാമ്പസിൽ ചുറ്റിക്കറങ്ങി 2-3 മണിക്കൂറുകൾ കറങ്ങിയതിനു ശേഷമേ അദ്ദേഹം ഓഫീസിൽ പോയിരിക്കുകയുള്ളൂ. ഉച്ച കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഇറങ്ങും. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന ഹെഡ് മിസ്ട്രസോ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതായ ഒരു പറ്റം അധ്യാപകരോ സ്വാഭാവികം ഉണ്ടാകുമല്ലോ. ഇവരാരും തന്നെ ഇത് കണ്ടിട്ട് എന്തുകൊണ്ട് വേൽ നടപടികൾ എടുക്കാനായി തയ്യാറായില്ല? ഇവിടെ ഇപ്പൊ പറയുന്നത് അവരിങ്ങനെ KSEBയോടൊക്കെ പറഞ്ഞിരുന്നു, KSEB അത് യഥാസമയത്ത് ചെയ്തില്ല. ഞാൻ ചോദിക്കട്ടെ, KSEBയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലല്ലോ മേലുദ്യോഗസ്ഥൻ. അസിസ്റ്റന്റ് എഞ്ചിനീയർ യഥായോഗ്യം നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരോട് പരാതിപ്പെടാൻ അധികാരമുള്ള സ്ഥാനത്താണല്ലോ ഈ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാമല്ലോ, ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് ഇവിടുത്തെ സെക്ഷൻ ഓഫീസിൽ നിന്ന് നടപടി എടുക്കുന്നില്ല എന്ന്. ഈ തരം കാര്യങ്ങൾ എന്തെങ്കിലും നടന്നതായി ഇതിനോടകം നടന്ന ചർച്ചകളിൽ നമ്മളിപ്പോ ഇന്നലെ മുതൽ ഈ വിഷയം പല പ്രൊഫസർ AG ജോർജ്, അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ പ്രധാന അധ്യാപിക ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ മാനേജ്മെന്റുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി ചേരട്ടെ,
അന്നേരം നമുക്ക് ഇത് KCB ഇത്തരത്തിലൊരു നടപടി എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം അപ്പോൾ നോക്കാം. എന്താണ് വളരെ ഉദാസീന ഭാവത്തിൽ ആ വിഷയം കൈയൊഴുകുകയാണ് ചെയ്തത്. KCBയുടെ ഭാഗത്തു നിന്നും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുമൊക്കെ അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ഉണ്ടായത്. നീലിമേ, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഈ 4 കൂട്ടർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മാനേജ്മെന്റ് അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ നീലിമയോട് ഒരു ചോദ്യം, നീലിമയോടല്ല. ഇത് പറയുമ്പോഴും ഉത്തരവാദപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അപകടകരമായ ഒരു ലൈൻ അങ്ങനെ നിൽക്കട്ടെ, മാനേജ്മെന്റ് കമ്മിറ്റി ഓണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ടോ കൂടുന്നത് വരെ ഈ ലൈൻ അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയുന്നതാണോ യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം? എന്താണ് അവരുടെ ജോലി? അവരുടെ തൊഴിൽ എന്താണ്? സ്വാഭാവികമായും ഇത്തരത്തിലൊക്കെ ഒരു മാനേജ്മെന്റിന്റെ സമ്മതത്തിന് വഴങ്ങിയല്ലോ KCB അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്.